ഹേ ഗായ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട +1 അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിലൂടെയുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. അലോട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഘട്ടങ്ങളിലെയും ഓരോ ഡേറ്റുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഞാൻ ഓരോ ഡേറ്റും നിങ്ങളിലേക്ക് പറയാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ വീഡിയോയിലൂടെയും അടിയിലൂടെ ഒരു സാധനം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും അത് വായിച്ച് നോക്കിയിട്ടുണ്ടോ? എടാ, അലോട്ട്മെൻറ്റ് മാത്രമല്ല, +1 സയൻസിലേക്ക് നിങ്ങളെ ഒരു വർഷം, +1ൻ്റെ കംപ്ലീറ്റ് ഒരു വർഷവും നിങ്ങളെ എൻഗേജ്ഡ് ആക്കുന്ന മെൻറ്റർ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള അടിപൊളി +1ൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നീറ്റോ ജെഇഒ ഏത് വിഭാഗത്തിലേക്കുമാകട്ടെ, നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനൊത്ത ക്ലാസ് നിങ്ങൾക്ക് MS സൊല്യൂഷൻ തന്നിരിക്കും. സോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇപ്പം തന്നെ അതാ വാട്സപ്പ് നൗ എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്പർ ഗുണമുണ്ടോ 70 12 67 00 55 ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ ചെറുപ്പക്കാരി. ഓക്കെ ആണല്ലോ? യെസ്. എടാ, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് മെയ് 16-ാം തീയതിയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? മെയ് 16-ാം തീയതിയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മെയ് 16-ാം തീയതി ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനുള്ള സൈറ്റായിട്ടുള്ള HSCAP അല്ലെങ്കിൽ VHSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പം നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണില്ല. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS കാണില്ല. നിങ്ങൾ മെയ് 16-ാം തീയതി വരെ വെയിറ്റ് ചെയ്യണം. മെയ് 16-ാം തീയതിയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ സൈറ്റ് ഗവൺമെൻറ് ഓപ്പൺ ആക്കുക. ആ സൈറ്റ് hscap.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ HTTP VHSCAP.gov.in kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആയിരിക്കും. VHSCAP ആണെങ്കിൽ VHSCക്കും, HSCAP ആണെങ്കിൽ HSCയുടെയും വെബ്സൈറ്റ് ആണ് അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ഇതൊക്കെ എന്നാ തുടങ്ങുക പറയടോ? മെയ് 16-ാം തീയതി, ശരിയല്ലേ? യെസ്. അടുത്ത് നോക്കിക്കേ, ഓൺലൈൻ അപേക്ഷാ സമർപ്പണം അവസാനിക്കുന്ന തീയതി മെയ് 16-ാം തീയതി. അവിടെ ലൈൻ നിന്നിനായിട്ട് കൊടുക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് കൂട്ടുകാരൻ്റെ കൂടെ അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് അക്ഷയ സെൻറ്ററുകളിൽ പോയി വേണമെങ്കിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ MS സൊല്യൂഷൻ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, എൻ്റെ ഓഫ്ലൈൻ ട്യൂഷനിലെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം 500 സംതിങ് ഫോമുകളാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീടുള്ള ദിവസങ്ങളിൽ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി കേട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. കാര്യം നിങ്ങൾ റിസൾട്ട് വന്ന് ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും ആ ഒരു സന്തോഷവും സങ്കടങ്ങളൊന്നും നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പേടിക്കണ്ട, കിട്ടിയ റിസൾട്ട് കൊണ്ട് തൃപ്തിപ്പെടുക. ഈ സമയവും കടന്നു പോകും. ഫുൾ A+ എന്ന് പറഞ്ഞാൽ വെറും ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട ഒരു ഉപാധി മാത്രമായിരിക്കുമെന്ന് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാവൂടാ. ഓക്കെ അല്ലേ? യെസ്. സോ മെയ് 25-ാം തീയതി വരെ സമയമുണ്ട്. 16-ാം തീയതി മുതൽ മെയ് 25 വരെ സമയമുണ്ട്. അപ്പോൾ 9 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചെന്ന് അപ്ലൈ ചെയ്താൽ മതി. നേരത്തെ കൊടുത്താൽ പെട്ടെന്ന് സീറ്റ് കിട്ടുക എന്നൊരു പരിപാടിയില്ല. നേരത്തെ കൊടുത്താലും മെയ് 25-ാം തീയതിൻ്റെ അന്ന് വൈകുന്നേരം 5 മണിയുടെ തൊട്ട് മുന്നേ കൊടുത്താലും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിലൂടെയാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടുക. മനസ്സിലായോ? വല്ലതും മനസ്സിലാവണമെങ്കിൽ കൂടുതൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു, നിങ്ങൾ അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ വീട്ടിലിരിക്കുന്നു. പിന്നെയാണ് നിങ്ങൾ കേൾക്കുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. ആ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 29-ാം തീയതിയാണ്. മെയ് 29-ാം തീയതി. ആ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് എന്തൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടോ അതൊക്കെ എഡിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, മെയ് 29 കഴിഞ്ഞു. പിന്നെയുള്ള അടുത്തത് എന്താ? മെയ് 29-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്നത് എന്താണെന്നറിയോ? ആദ്യ അലോട്ട്മെൻറ്റിൻ്റെ തീയതിയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന ഡേറ്റ് ജൂൺ 5-ാം തീയതിയാണ്. ഓക്കെ, ജൂൺ 5-ാം തീയതി. അത് കഴിഞ്ഞ് ജൂൺ 19-ാം തീയതിയാണ് അടുത്ത അലോട്ട്മെൻറ്റ് വരുന്നത്. കാര്യം ഇതിനിടയിലൊക്കെ അഡ്മിഷൻ നടക്കും. ഓക്കെ, 4-5 ദിവസത്തെ അഡ്മിഷൻ ഗ്യാപ്പ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ജൂൺ 19-ാം തീയതി വരെ വെയിറ്റ് ചെയ്യണം. ജൂൺ 19-ാം തീയതി നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യ അലോട്ട്മെൻറ്റ് മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് അവസാനിക്കുന്ന തീയതിയാണ് കേട്ടോ, ജൂൺ 19. അപ്പോൾ ജൂൺ 5-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇതിനിടയിൽ ഉണ്ടാവും കേട്ടോ. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇതിനിടയിൽ ഉണ്ടാകും. അതും കഴിഞ്ഞിട്ടാണ് ജൂൺ 19-ന് അവസാനത്തെ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നത്. 3 അലോട്ട്മെൻ്റ് ആണ് ഫസ്റ്റ് ഉണ്ടാവുക. ഈ 3 അലോട്ട്മെൻറ്റിൻ്റെയും പേര് മെയിൻ അലോട്ട്മെൻറ്റ് എന്നാണ് കേട്ടോ. അതായത് മുഖ്യ അലോട്ട്മെൻറ്റ് എന്ന് പറയും.
അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ തുറക്കുന്ന ഡേറ്റ് ആണ് ജൂൺ 24 ജൂൺ 24 അത് കഴിഞ്ഞ് ജൂലൈ 24 ഓഗസ്റ്റ് 24 എൻ്റെ ബർത്ത്ഡേ ആണ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ എം എസ് സൊല്യൂഷൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ജൂൺ 24 കഴിഞ്ഞ് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുറേ കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയും ചെയ്യും, കുറച്ച് കുട്ടികൾ വീട്ടിൽ നിൽക്കുകയും ചെയ്യും. ആരാ വീട്ടിൽ നിൽക്കുന്നത്? ഫസ്റ്റത്തെ 3 അലോട്ട്മെൻറ്റിലും സീറ്റ് കിട്ടാത്ത കുട്ടികൾ. അവർക്കുള്ള അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും? ആ സ്കൂൾ തുറന്നതിന് ശേഷമാണ് തുടങ്ങുക. ജൂൺ 24 സ്കൂൾ തുറക്കുന്നതെങ്കിൽ ജൂലൈ 2 സപ്ലിമെൻ്ററി തുടങ്ങുന്നത്. വലിയൊരു ഗ്യാപ്പ് ഉണ്ട് അതിനിടയിൽ. എന്താ ഒരു ഗ്യാപ്പ് വെച്ചതെന്ന് എനിക്കറിയില്ല, എന്തായാലും അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്. സോ ജൂലൈ 2 സപ്ലിമെൻ്ററി തുടങ്ങിയാൽ ജൂലൈ 31 വരെ സപ്ലിമെൻ്ററി എന്നായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ കൂടി അവസാനിക്കുന്ന തീയതി എന്ന് പറയുന്നത് ജൂലൈ 31 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, യെസ്. ഇനി സ്പോർട്സിൻ്റെ കോട്ട നിങ്ങൾ വേറെ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. അത് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ട തീയതി മെയ് 22 ആണെങ്കിലും സ്പോർട്സിൻ്റെ രജിസ്ട്രേഷനും വെരിഫിക്കേഷനും ചെയ്യേണ്ടത് മെയ് 21 മുതൽ മെയ് 29 വരെയാണ് കേട്ടോ. അതിനൊക്കെ സമയമുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയുടെ അപേക്ഷകൾ ആരംഭിക്കുന്നത് ജൂൺ 2 അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 2 കമ്മ്യൂണിറ്റി കോട്ട സ്റ്റാർട്ട് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ മെയ് 16 ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് വരും വീഡിയോകളിൽ മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എം എസ് സൊല്യൂഷൻ +1 +2 എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.